നല്ലൊരു അടിപൊളി പാട്ട് കേട്ടാലോ? അയ്യാലയ്യ പടച്ചോനെ ഒരയ്യം നിലവിളി കേൾക്കുന്ന, അയ്യാലയ്യ പടച്ചോനെ ഒരയ്യം നിലവിളി കേൾക്കുന്ന, ഈ രാഞ്ചുമല ചാളയെന്നല്ലോ ഒരയ്യം നിലവിളി കേൾക്കുന്ന, ഈ രാഞ്ചുമല ചാളയെന്നല്ലോ ഒരയ്യം നിലവിളി കേൾക്കുന്ന, ആവോ ദാമാനോ ഈശ്വരൻ മകനെ, ആവോ ദാമാനോ വിട്ടിയൊലക്കയായി, ആവോ ദാമാനോ താളിമലയ്ക്ക് പോണേ, ആവോ ദാമാനോ. നെറ്റിയിൽ കുറിയിട്ട ഇദ്ദേഹം ഈ ഭക്തിഗാനം പാടുന്നത് ഏത് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നാണെന്നറിയോ? ഇതാ ഈ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നാണ്. ജനൻ ടി വി പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന്. തൃശൂരിൽ തീവ്ര ഇസ്ലാമിക സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന് സാഹിത്യോത്സവം നടത്താൻ സർക്കാർ സ്കൂൾ വിട്ടു നൽകി. മാള അന്നമനട ഗവൺമെന്റ് യുപി സ്കൂളാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന് 2 ദിവസം വിട്ടു നൽകിയത്. ജൂൺ 20, 21 തീയതികളാണ് SSFന് സ്കൂൾ വിട്ടു നൽകിയത്. എന്നാൽ സംഘടനകളുടെ പരിപാടിക്ക് സ്കൂൾ വിട്ടു നൽകാൻ അനുമതി നൽകിയില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത്. അന്നമനട ഗവൺമെന്റ് യുപി സ്കൂളാണ് തീവ്ര ഇസ്ലാമിക സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗമായ SSFന് വിട്ടു നൽകിയത്. തീവ്ര ഇസ്ലാമിക സംഘടന. ജനൻ ടി വിക്ക് മുന്നിൽ SSF മാത്രമായിരുന്നു ഇപ്പോ ഒരു തീവ്രവാദികളല്ലാത്ത ഒരു സംഘടന. ഇപ്പോ SSFും തീവ്രവാദികളായി മാറി. ഇനി തീവ്രവാദികളല്ലാത്ത ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടന ഉണ്ടോ? ഒന്ന് അറിയാനാണ്. ഇതെല്ലാത്തിനെയും പിടിച്ച് തീവ്രവാദികളാക്കാണ്. എന്താ തീവ്രവാദികളാക്കാനുള്ള മാനദണ്ഡം? ഒന്നുമില്ല. പേര് മുസ്ലിമാണോ എന്നാ പിന്നെ അവർ തീവ്രവാദി സംഘടനയായി മാറി. എന്താ ചെയ്യാ? എന്തിനാണിപ്പോ SSFനെ പിടിച്ച് ജനൻ ടി വി തീവ്രവാദികളാക്കാനുള്ള കാരണം? സ്കൂളിൽ സാഹിത്യോത്സവം എന്ന് പറയുന്ന സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു SSFന്റെ എല്ലാ വർഷവും നടക്കുന്ന പരിപാടി, ആ പരിപാടി നടത്തിയതിന്റെ പേരിലോ? സ്കൂൾ പോലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അവിടുത്തെ ഗ്രൗണ്ടുകളിൽ, ആ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ള ദിനങ്ങളിൽ രാഷ്ട്രീയക്കാരുടെയും അപ്രകാരം മറ്റു സംഘടനകളുടെയും ഒക്കെ പരിപാടികൾ വെക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് അവിടുത്തെ മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ടേ വെക്കുള്ളൂ. അല്ലാതെ ഒരാളോടും ചോദിക്കാതെ SSF എന്നല്ല ഒരു സംഘടനയും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുന്നിൽ പോയി പരിപാടി സംഘടിപ്പിക്കൂല എന്നുള്ളത് അത് ചെറിയ ബുദ്ധിയുള്ള ഒരാൾക്ക് തിരിയുന്ന വിഷയമാണ്. ആരോടും ചോദിക്കാതെ അവരങ്ങ് പോയി സ്റ്റേജ് കെട്ടുക, അങ്ങനെ ആരും ചെയ്യൂല. അത് SSF എന്നല്ല, അത് സംഖ്യാവും ചെയ്യൂല, ആരും ചെയ്യൂല. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ജനൻ ടി വി SSFനെ പിടിച്ച് തീവ്രവാദികളാക്കിയത്? ഞാൻ ജനൻ ടി വിയെ വെല്ലുവിളിക്കുകയാണ്. SSF എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷത്തോടടുത്തു. ഈ 60 വർഷത്തിൽ SSF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക്? തെളിയിക്ക്. SSF പ്രതിഷേധം നടത്താറുണ്ട്. SSF സമരം ചെയ്തിട്ടുണ്ട്. അവകാശങ്ങൾക്ക് വേണ്ടി SSF തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി SSF ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു SSFന്റെ സമരപ്പന്തലിന് നേരെയും പോലീസ് ലാത്തി വീശിയിട്ടില്ല. ഇന്ന് വരെ ഒരു SSFന്റെയും സമരപ്പന്തലിൽ നിന്ന് പോലീസിനെതിരെ കല്ലേറ് നടന്നിട്ടില്ല. ഒരു SSFന്റെ സമരപ്പന്തലിന് നേരെ പോലീസ് ജലബീരങ്കി ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതാണ് SSF. അത്രയും മാന്യമായി ധാർമ്മിക വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം നെഞ്ചിലെത്തിയിട്ടാണ് SSF തങ്ങളുടെ നിലപാടുകൾ പറയാറുള്ളത്. ആ SSFനെ പിടിച്ചിട്ടാണ് ഇവന്മാർ തീവ്രവാദികളാക്കിയത്. ഏവന്മാർ ഇതാ ഇവന്മാർ കണ്ടോ? പ്രകോപനപരമായ മുദ്രാവാക്യവുമായി കോഴിക്കോട് പേരാമ്പ്രയിൽ BJP RSS പ്രവർത്തകരുടെ പ്രകടനം. മണ്ണാർക്കാട് കൊലവിളി മുദ്രാവാക്യവുമായി RSSും BJPയും തലയും കൈയും കാലും വെട്ടുമെന്നാണ് മുദ്രാവാക്യം. അപ്പോ കൊല്ലാനും കൊല വിളിക്കാനും മാത്രം നടക്കുന്ന സംഘമിത്രങ്ങളെ ഇന്നുവരെ മറ്റൊരുവന്റെ മേലിൽ ഒരു ബ്ലേഡ് കൊണ്ട് മുറിയാക്കി എന്ന വിഷയത്തിൽ പോലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ഇല്ലാത്ത SSFനെ തീവ്രവാദികളാക്കാൻ നിങ്ങൾ വരേണ്ടതില്ല. അത് പ്രബുദ്ധ കേരളം മനസ്സിലാക്കുകയും ചെയ്യും.